നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൾച്ചർ വിഭാഗത്തിൽ പെടുന്ന, അതായത് ആർട്സ് ആൻഡ് കൾച്ചർ വിഭാഗത്തിൽ പെടുന്ന കേരളത്തിലെ ആരാധനാലയങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആരാധനാലയങ്ങൾ കേരളത്തിലെന്ന് ചോദിക്കുമ്പോൾ 14 ജില്ലകളിലെ ആരാധനാലയങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 14 ജില്ലയും ഒറ്റ ക്ലാസ്സിൽ തീർക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ 2 സെക്ഷനായിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത്, ഫസ്റ്റ് തുടങ്ങാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ PSC മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസും റെപ്പറ്റേറ്റീവായിട്ട് ചോദിച്ചിട്ടുള്ള ആരാധനാലയങ്ങളും ക്വസ്റ്റ്യൻസും മാത്രമാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഒത്തിരി ആരാധനാലയങ്ങളുണ്ട് അല്ലേ? എല്ലാത്തിൻ്റെയും പേര് പറയേണ്ട കാര്യം നമുക്കില്ല, പഠിക്കേണ്ട കാര്യമില്ല. ഏറ്റവും വേണ്ടത് മാത്രമാണ് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ആരെ വിളിച്ചിട്ടായിരിക്കും? പത്മനാഭന്റെ മണ്ണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തിരുവനന്തപുരം ജില്ലയെ വിശേഷിപ്പിക്കുന്നത് അല്ലേ? ശ്രീ പത്മനാഭന്റെ സ്ഥലമാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ മ്യൂറൽ പഗോഡ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. രണ്ടാമത്തത്, ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പത്തുള്ള ക്ഷേത്രം, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ക്ഷേത്രം ഏതാണ്? പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അതുകൊണ്ട് 6 വർഷത്തിൽ ഒരിക്കൽ ഇവിടെ നടക്കുന്ന ചടങ്ങാണ് മുറജപം. എന്താണ്? 6 വർഷത്തിൽ ഒരിക്കൽ ഇവിടെ നടക്കുന്ന ചടങ്ങാണ് മുറജപവും. എന്നാൽ 2 വർഷത്തിൽ ഒരിക്കൽ ഭദ്രദീപം നടക്കുന്ന ക്ഷേത്രവുമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അപ്പൊ ഈ ഒരു ക്ലാസ്സോടുകൂടി തന്നെ പഠിച്ചു പോവുക, ഇനി സെപ്പറേറ്റ് പഠിക്കാൻ നിൽക്കാതിരിക്കുക. അപ്പൊ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്? മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നു, അതുപോലെ ലോകത്തിലേക്കും ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ക്ഷേത്രം, അതുപോലെ മൂന്നാമത്തെ പോയിന്റ് എന്താ? 6 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ചടങ്ങ് മുറജപവും 2 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നത് ഭദ്രദീപവും. ഈ 2 ചടങ്ങുകളും തുടങ്ങി വെച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മുറജപവും ഭദ്രദീപവും തുടങ്ങി വെച്ച രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. ഇവിടെ നിന്നും ലഭിച്ചിരിക്കുന്ന ഏറ്റവും പഴക്കമേറിയ ഒരു ഗ്രന്ഥം അഥവാ താളിയോലയാണ് മതിലകം രേഖകൾ എന്ന് പറയുന്നത്. മതിലകം രേഖകൾ എന്ന് പറയുന്ന താളിയോലയാണ്, അല്ലെങ്കിൽ ഗ്രന്ഥമാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏറ്റവും പഴക്കം ചെന്ന് ലഭിച്ച ഒരു രേഖ, അല്ലെങ്കിൽ താളിയോല, അല്ലെങ്കിൽ ഗ്രന്ഥം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇതല്ലാതെ തന്നെ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം അല്ലേ? എങ്ങനത്തെ പ്രതിഷ്ഠയാണ്? ആരാണ് അവിടുത്തെ പ്രതിഷ്ഠ? ശ്രീ പത്മനാഭസ്വാമിയാണ്. അതായത് കിടക്കുന്ന ഭഗവാനാണ്, മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, PSC റെപ്പറ്റേറ്റീവായിട്ട് ചോദിക്കുന്നതും ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് പറഞ്ഞങ്ങ് പോകാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഇത്രയുമാണ് എപ്പോഴും ചോദിച്ചു കാണാറുള്ളത്. ഇത് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി രണ്ടാമത്തെ ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. അപ്പൊ തിരുവല്ലത്ത് ക്ഷേത്രം, തിരുവല്ലയല്ല, തിരുവല്ല പത്തനംതിട്ട ജില്ലയിലാണ്. തിരുവല്ലം ക്ഷേത്രം എന്ന് പറയുന്നത് പരശുരാമന്റെ ക്ഷേത്രമാണ്. കേരളത്തിലെ തന്നെ ഒരേ ഒരു പരശുരാമ ക്ഷേത്രമാണ് തിരുവല്ലം ക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് കരമന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ്? കരമന നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പരശുരാമന്റെ ഏക ക്ഷേത്രമാണ് കേരളത്തിലെ തിരുവല്ലം പരശുരാമ ക്ഷേത്രം. അപ്പൊ പോയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ ഈ ബലിയൊക്കെ ഇടില്ലേ? ഹിന്ദു വിശ്വാസ പ്രകാരം മരിച്ച ആൾക്കാർക്ക് ബലിയൊക്കെ ഇടാറുണ്ട് നമ്മൾ. അപ്പൊ ബലി ഇടാനായിട്ട് പോയി ആ ആത്മാവ് പരശുരാമനിൽ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് എയർപോർട്ടിന്റെ ഒക്കെ അടുത്തായിട്ടാണ്. തിരുവനന്തപുരംകാർക്കൊക്കെ അറിയാം, മിക്കവർക്കും അറിയാവുന്ന ക്ഷേത്രമാണ്. അപ്പൊ ഈ 2 പോയിന്റ്സ് ആണ് ഇതിൽ നിന്നും നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. നെക്സ്റ്റ്, എല്ലാവർക്കും അറിയാം ആറ്റുകാൽ ദേവി ക്ഷേത്രം. എവിടെയാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം? എന്താണ്? സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം അല്ലെ? ഏറ്റവും കൂടുതൽ സ്ത്രീകൾ എല്ലാ വർഷവും പൊങ്കാല ഇടുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം. അതുപോലെ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഈ ഒത്തുചേരലിന്റെ ആ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വെട്ടുകാട് പള്ളി. എന്താണ്? വെട്ടുകാട് പള്ളി പ്രസിദ്ധമായ ക്രിസ്ത്യൻ ദേവാലയമാണ്. അപ്പൊ വെട്ടുകാട് പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണെന്ന് ആലോചിക്കാം. ദെൻ ഭീമാ പള്ളി സ്ഥിതി ചെയ്യുന്നത്, ചന്ദനക്കുടം മഹോത്സവം നടക്കുന്ന, അല്ലെങ്കിൽ ഉറൂസ് കേരളത്തിൽ ഉറൂസ് ഉത്സവം നടക്കുന്ന മുസ്ലിം പള്ളി ഏതാണ്? ഭീമാ പള്ളി. എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പ്രസിദ്ധമായിട്ടുള്ള ആരാധനാലയങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. നമുക്ക് PSCക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്, വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് തൃശ്ശൂർ. അപ്പൊ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് നമുക്ക് ആദ്യം പറയാം. തിരുവനന്തപുരം കഴിഞ്ഞു, ഇനി തൃശ്ശൂരാണ് പറയാൻ പോകുന്നത്. നോക്കാം, ഗുരുവായൂരമ്പലം അല്ലെ? ഗുരുവായൂരമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രസിദ്ധമായിട്ട് അറിയാവുന്ന ഒരു ക്ഷേത്രമാണ്. കുഞ്ഞികൃഷ്ണനാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അല്ലെ? ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്.
ദിവസേന ഭക്തന്മാരുടെ എണ്ണം എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തന്മാർ ഒരു ദിവസം വരുന്ന അമ്പലം ഏതാണ്? ഗുരുവായൂർ അമ്പലമാണെന്ന് പറയാം. അപ്പൊ ഗുരുവായൂർ അമ്പലം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏകാദശി വ്രതം, അല്ലെ? ഏകാദശിയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത്. പെണ്ണുങ്ങളെല്ലാം ഏകാദശി വ്രതം നോക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവം ഗുരുവായൂർ അമ്പലത്തിൽ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഏകാദശിയാണ്. അതുകൊണ്ട് മമ്മിയൂർ അമ്പലമാണ് ഇവിടുത്തെ തൊട്ടടുത്തുള്ള പ്രസിദ്ധമായ മറ്റൊരു ക്ഷേത്രം. എന്താണ് മമ്മിയൂർ അമ്പലം? ഇതൊക്കെ തൃശ്ശൂരുകാർക്ക് അറിയാമായിരിക്കും, മറ്റുള്ളവരൊന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് കൊടുങ്ങല്ലൂർ അമ്പലം, അല്ലെ? കൊടുങ്ങല്ലൂർ ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടെന്ന് കേട്ടിട്ടില്ലേ? കൊടുങ്ങല്ലൂർ ഭരണി പ്രസിദ്ധമാണ്. അപ്പൊ കൊടുങ്ങല്ലൂർ ക്ഷേത്രം എന്ന് പറയുന്നതും തൃശ്ശൂരാണ് സ്ഥിതി ചെയ്യുന്നത്. കാവുതീണ്ടൽ ഭരണിനാളിൽ നടക്കുന്ന അമ്പലമാണ് കൊടുങ്ങല്ലൂർ അമ്പലം. കാവു തീണ്ടൽ എന്ന് പറയുന്ന ചടങ്ങ് ഭരണി നാളിൽ നടക്കുന്ന അമ്പലമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം. ഇനി 4 അമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിക്കാം. തൃശ്ശൂരിലാണ് 4 അമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്, ഒരെണ്ണം മാത്രം എറണാകുളമാണ്. അപ്പൊ തൃശ്ശൂരിലാണ് 4 അമ്പലം തൊഴുക എന്ന് പറയില്ലേ? അപ്പൊ ശ്രീരാമനും ശ്രീരാമന്റെ സഹോദരന്മാരും അടങ്ങുന്ന ആ ഒരു അമ്പലങ്ങളെയാണ് നമ്മൾ 4 അമ്പലം തൊഴുക എന്ന് പറയുന്നത്. ഇപ്പൊ സിനിമാ പാട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, 4 അമ്പലം അണയാനൊരു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സിനിമാ പാട്ടില്ലേ? അപ്പൊ അതിനകത്ത് കാണിക്കുന്നതിനാണ് ആ ക്ഷേത്രങ്ങളെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് 4 അമ്പലങ്ങൾ എന്ന്? വടക്കുമുണ്ട്, തെക്കുമുണ്ട്. അപ്പൊ നമ്മൾ വടക്കിന്റെ കാര്യം പഠിക്കാം, തൃശ്ശൂരെ പഠിക്കാം. ഒന്ന് തൃപ്രയാർ അമ്പലം. എന്താണ് തൃപ്രയാറപ്പൻ എന്ന് കേട്ടിട്ടില്ലേ? തൃപ്രയാർ അമ്പലം ഇതൊരു ശ്രീരാമ ക്ഷേത്രമാണ്. ശംഖ്, ചക്രം, ഗദ, അക്ഷമാല എന്നിവ കൊണ്ട് അലങ്കരിച്ച് അല്ലെങ്കിൽ എന്നിവയെ ഉൾക്കൊള്ളുന്ന ശ്രീരാമ വിഗ്രഹമാണ് തൃപ്രയാറപ്പൻ എന്ന് പറയുന്നത്. ഇവിടെ കൊടിയേറി ഉത്സവം നടക്കാത്തൊരു ക്ഷേത്രമാണ്. എല്ലാ അമ്പലത്തിലും കൊടിയേറിയിട്ട് ഉത്സവം ഉണ്ടല്ലോ, ഇവിടെ അതില്ല. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ എഴുതിക്കോണം. നെക്സ്റ്റ് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രം. ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ഇതൊരു ഭരത ക്ഷേത്രമാണ്. അപ്പം ആദ്യം ഈ ശ്രീരാമന്റെ അമ്പലം തൃപ്രയാറപ്പനെ തൊഴുതിട്ട് ബാക്കി എല്ലാ അമ്പലങ്ങളിലും പോയിട്ട് തിരികെ അത്താഴ പൂജ ആകുമ്പോഴേക്കും എവിടെ എത്തണം? തിരിച്ച് തൃപ്രയാർ എത്തണമെന്നാണ് ഈ 4 അമ്പലം തൊഴുന്നതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പം രണ്ടാമത്തെ ആളാണ് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രം. ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ഭരത ക്ഷേത്രം മാത്രമേ ഉള്ളൂ, അത് ഈ കൂടൽ മാണിക്യം ക്ഷേത്രമാണ്. ഈ കൂടൽ മാണിക്യം എന്ന പേര് വരാൻ കാരണം ചോദിക്കത്തില്ല, എങ്കിലും പറയാം. കായംകുളം രാജധാനിയിൽ നിന്നും ഈ മാണിക്യത്തിന്റെ, ഇവിടെ ഒരു മാണിക്യം ഉണ്ടായിരുന്നു, ആ മാണിക്യത്തിന്റെ ആ ഒരു മാറ്റം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ കായംകുളം രാജധാനിയിൽ നിന്നും വേറൊരു മാണിക്യം കൊണ്ടുവരികയും അത് അടുത്ത് വെച്ച് സാമ്യം നോക്കുന്നതിനിടയിൽ ആ മാണിക്യം ഈ വിഗ്രഹത്തിൽ അലിഞ്ഞു ചേർന്നു എന്നുമാണ് ഐതിഹ്യം. അങ്ങനെയാണ് കൂടൽ മാണിക്യം എന്നൊരു പേര് ഈ ക്ഷേത്രത്തിന് വീണെന്നാണ് ഐതിഹ്യം പറയുന്നത്. അതൊന്നും വേണ്ട. ഇനി ഉപദേവതാ പ്രതിഷ്ഠ ഇല്ലാത്ത അമ്പലമാണ് കൂടൽ മാണിക്യം ക്ഷേത്രം. ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യത്തിൽ ഉപദേവതാ പ്രതിഷ്ഠയൊന്നുമില്ല. കർപ്പൂരം, ചന്ദനത്തിരി ഇതൊന്നും ഉപയോഗിക്കാത്ത ക്ഷേത്രം. അപ്പൊ ഈ ദേവസ്വം ബോർഡ് ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. ദേവസ്വം ബോർഡൊക്കെ വിളിക്കത്തില്ലേ? അപ്പൊ അതിനകത്തൊക്കെ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. നമുക്കറിയത്തില്ല, നമുക്ക് ഇപ്രാവശ്യം ചോദിക്കുവാണ്, എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. അപ്പം ഭരതൻ കഴിഞ്ഞു, അടുത്ത ശത്രുഘ്നൻ അമ്പലം പായമ്മൽ, അത് കൊടുങ്ങല്ലൂരാണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണം എറണാകുളം ഉണ്ടെന്ന്, ആ എറണാകുളത്തുള്ള അമ്പലമാണ് മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം. ലക്ഷ്മണ ക്ഷേത്രം എവിടെയാണ്? മൂഴിക്കുളമാണ്, അത് എറണാകുളമാണ്. അപ്പൊ ഇത് സർപ്പദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട്, നമ്മൾ സർപ്പകോപങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇവിടെ പോയി തൊഴുക എന്നുള്ളൊരു ഐതിഹ്യമുണ്ട്. അപ്പൊ ഈ 4 അമ്പലങ്ങളിൽ 3 തൃശ്ശൂരും 1 എറണാകുളം. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. നെക്സ്റ്റ് തൃശ്ശൂർ ജില്ലയിലുള്ള ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ് തിരുവില്വാമലയിലെ ശ്രീ വില്വാദിനാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് ഒരു ശ്രീരാമന്റെ അമ്പലം തന്നെയാണ്. ഇവിടെ നടക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് പുനർജനി നൂഴൽ. പ്രധാന ചടങ്ങായിട്ട് നടക്കുന്ന പുനർജനി ഗുഹ കേട്ടിട്ടില്ലേ? ആ ഗുഹയിൽ കൂടെ കയറി ഇറങ്ങത്തില്ലേ? അതും പല സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പുനർജനി നൂഴൽ പ്രധാന ചടങ്ങായിട്ടുള്ള തിരുവില്വാമല ശ്രീ വില്വാദിനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. തൃക്കൂർ മഹാദേവ ക്ഷേത്രവും തിരുവാഞ്ചികുളം മഹാദേവ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നതും തൃശ്ശൂരാണ്. അപ്പൊ ഈ പേരുകളാണ് നോക്കി വെക്കേണ്ടത്, ഏത് ജില്ലയിലാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയമാണ് പുത്തൻപള്ളി. ഇതാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയമാണ് പുത്തൻപള്ളി. അത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം പള്ളിയാണ് ചേരമൻ ജുമാ മസ്ജിദ്. അതെവിടെയാണ്? തൃശ്ശൂരാണ്. ചന്ദനക്കുടം നേർച്ച നമ്മൾ ഓൾറെഡി തിരുവനന്തപുരം പറഞ്ഞു, ഭീമാപ്പള്ളി. അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ ചന്ദനക്കുടം നേർച്ച പ്രസിദ്ധമായ മുസ്ലിം പള്ളിയാണ് എന്ത്? മണത്തല ജുമാ മസ്ജിദ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് പ്രധാനമായിട്ടും ഗുരുവായൂർ അമ്പലത്തിന്റെ പോയിന്റ്സ്, വേണ്ട പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഇത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും വിട്ട് കളയണ്ട, നോട്ട് ചെയ്തോളൂ.
നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന മേഖലയാണ് പത്തനംതിട്ട ജില്ലയിലെ ആരാധനാലയങ്ങൾ. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശബരിമല. ആരാധനാലയങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് പത്തനംതിട്ടയാണ്. അപ്പോൾ ആരാധനാലയങ്ങൾ ഒരുപാടുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അപ്പോൾ ഒന്നാമത് നമുക്ക് ശബരിമല നോക്കാം. ഇന്ത്യയിലെ പ്രസിദ്ധമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. അയ്യപ്പനാണ് പ്രധാന പ്രതിഷ്ഠ, എല്ലാവർക്കും അറിയാം. റാന്നി പെരുനാട് പഞ്ചായത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. ഏത് വന്യജീവി സങ്കേതത്തിന് കീഴിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഒരു പാർട്ടാണ് നമ്മുടെ ഈ പെരുനാട് പഞ്ചായത്ത്, അതായത് ശബരിമല നിൽക്കുന്ന സ്ഥലം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ശബരിമലയുടെ മകരവിളക്ക് അല്ലെ, മകരവിളക്ക് പ്രസിദ്ധമാണ്. മകരവിളക്ക് ദക്ഷിണ കുംഭമേള എന്നാണ് അറിയപ്പെടുന്നത്. ശബരിമലയിലെ മകരവിളക്ക് അറിയപ്പെടുന്നത് എന്താണ്? ദക്ഷിണ കുംഭമേള എന്നാണ് അറിയപ്പെടുന്നത്. ശബരി തീർത്ഥം, അപ്പൊ ഈ പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുടിവെള്ള പദ്ധതിയാണ് ശബരി തീർത്ഥം. ശബരിമലയിലെ കുടിവെള്ള പദ്ധതി ശബരി തീർത്ഥം. ശബരിമലയും പരിസരവും മാലിന്യമുക്തമാക്കാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പുണ്യം പൂങ്കാവനം. പുണ്യം പൂങ്കാവനം എന്ന പദ്ധതി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ടെലിമെഡിസിൻ ആരംഭിച്ച ക്ഷേത്രം ഏതാണ്? ശബരിമലയാണ്. ഇന്ത്യൻ സേന ശരണ സേതു എന്ന് പറയുന്ന പാലം നിർമ്മിച്ചത് ശബരിമലയിലാണ്. ഇന്ത്യൻ സേന ശരണ സേതു എന്ന് പറയുന്ന പാലം നിർമ്മിച്ചത് എവിടെയാണ്? ശബരിമലയിലാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഈ പറഞ്ഞത്. ഒന്നും വിട്ടുകളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ക്ഷേത്രമാണ് കേരളത്തിലെ ഒരേ ഒരു ചിലന്തി ക്ഷേത്രം. വേറെ എങ്ങും ചിലന്തി ക്ഷേത്രമില്ല, ഒറ്റയൊരിടത്തേ ഉള്ളൂ. അത് മണ്ണടിയിലാണ്, അത് കൊടുമണ്ണിലാണ്, അത് അടൂർ ജില്ലയിലാണ്. മണ്ണടിയല്ല, സോറി, കൊടുമണ്ണിലാണ് അടൂർ ജില്ല. ഇതിന് വേറെ, അതായത് യഥാർത്ഥ പേര് എന്ന് പറയുന്നത് പള്ളിയറ ക്ഷേത്രം. ചിലന്തി ക്ഷേത്രം എന്ന് പറയുമെങ്കിലും ശ്രീ പള്ളിയറ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പേര്. അപ്പൊ ഇതും നോട്ട് ചെയ്ത് വെക്കുക. കൊടുമണ്ണിലാണ് ഏക ചിലന്തി ക്ഷേത്രം. ഇനി മലയാലപ്പുഴ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. വള്ളസദ്യ നടക്കുന്ന ക്ഷേത്രമാണ് ഏത്? ആറന്മുള അമ്പലം. ആറന്മുള പാർത്ഥസാരഥി ടെമ്പിൾ എന്ന് പറയുന്നത് വള്ളസദ്യക്ക് ഫേമസ് ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. എല്ലാ ദിവസവും കഥകളി അനുഷ്ഠാനമായിട്ട് നടത്തി പോകുന്ന ഒരു അമ്പലമാണ് ശ്രീവല്ലഭ. അതും എവിടെയാണ്? തിരുവല്ല, പത്തനംതിട്ടയിലാണ്. എവിടെയാണ്? തിരുവല്ലയിലാണ്. എല്ലാ ദിവസവും അവിടെ കഥകളി ഒരു ആചാരം അല്ലെങ്കിൽ അനുഷ്ഠാനം പോലെ നടപ്പിലാക്കി വരുന്നുണ്ട്. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത മണ്ണടി ക്ഷേത്രം, മണ്ണടി അടൂര്. മണ്ണടി ക്ഷേത്രവും എവിടെ തന്നെ? പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പം ഏറ്റവും കൂടുതൽ അമ്പലങ്ങൾ ഇത്രയുമല്ല, ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അതെല്ലാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ട ജില്ലയിലാണ്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ആരാധനാലയങ്ങളുടെ ജില്ല എന്ന് പത്തനംതിട്ട ജില്ലയെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയെ പറ്റിയിട്ട് വലുതായിട്ടൊന്നും ചോദിച്ചു കാണാറില്ല. എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു അമ്പലം മംഗളദേവി ടെമ്പിൾ അല്ലെ. കേരളത്തിനും തമിഴ്നാടിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് മംഗളദേവി. അതിപ്പോഴും കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ക്ഷേത്രം, അല്ലെങ്കിൽ കേരളത്തിലെയും തമിഴ്നാടിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമൊക്കെയാണ് മംഗളദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് എപ്പോഴും തുറക്കാറില്ല. ചിത്ര പൗർണമി ഉത്സവം അവിടെ നടക്കാറുണ്ട്. ആ സമയം മാത്രമാണ് ഈ അമ്പലം തുറക്കാറുള്ളത്. അപ്പൊ ഇതിനെ പറ്റിയിട്ട്, ഇടുക്കിയെ പറ്റിയിട്ട് ഈ ഒരൊറ്റ കാര്യമേ ചോദിച്ചു കാണാറുള്ളൂ. അപ്പൊ ബാക്കി ഈ പത്തനംതിട്ട എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് നമുക്ക് ആലപ്പുഴ ജില്ലയെ പറ്റിയിട്ട് നോക്കാം. കേരളത്തിന്റെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് ഹരിപ്പാടാണ്. കേരളത്തിലെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് ഹരിപ്പാടാണ്. ഹരിപ്പാട്ട് പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് ഈ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഏത്? ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഏറ്റവും വലിയ കാവടി ഉത്സവം നടക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഇതിന് തൊട്ടടുത്തായിട്ടുള്ള മറ്റൊരു പ്രസിദ്ധമായിട്ടുള്ള, അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമാണ് ഏത്? നമ്മുടെ മണ്ണാറശാല ശ്രീ നാഗരാജ ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പം നാഗപ്രതിഷ്ഠയിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള 2 എണ്ണം നമ്മുടെ ആലപ്പുഴയിലുണ്ട്. ഒന്ന് വെട്ടിക്കോടും ഒന്ന് മണ്ണാറശാലയും. അപ്പൊ അന്താരാഷ്ട്ര പ്രസിദ്ധമായ നാഗരാജ ക്ഷേത്രമാണ് മണ്ണാറശാല. അപ്പൊ ഇതിന് തൊട്ടടുത്തായിട്ട് വരുന്നതാണ്. അപ്പൊ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ദക്ഷിണ ഗുരുവായൂരെന്നും അമ്പലപ്പുഴ പാൽപ്പായസത്തിന് പ്രസിദ്ധം അല്ലെ. ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന അമ്പലപ്പുഴ പാൽപ്പായസം. അപ്പം പാൽപ്പായസത്തിന് പ്രസിദ്ധം ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നതും കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയിട്ടുള്ളതും ഒരേ അമ്പലത്തിലാണ്. അതാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇതും എവിടെ തന്നെ? ആലപ്പുഴ ജില്ലയിലാണ്. പ്രസിദ്ധമാണ്. കുംഭഭരണി മഹോത്സവം അല്ലെങ്കിൽ ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര
ദേവീക്ഷേത്രം, ചെട്ടികുളങ്ങര പറ്റിയിട്ട് പാട്ടൊക്കെ ഉണ്ടല്ലോ. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം, മീനഭരണിയും ഉണ്ട്. പക്ഷെ നമ്മൾ പ്രസിദ്ധമായിട്ട് കേരളം മൊത്തം അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ലോകം മൊത്തം അറിയപ്പെടുന്നത് കുംഭഭരണി മഹോത്സവമാണ്. അത് ചെട്ടികുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലാണ്. ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം വനദുർഗ പ്രതിഷ്ഠയോട് കൂടിയിട്ട് ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം, അവിടുത്തെ പൊങ്കാലയും പ്രസിദ്ധമാണ്. നാരീപൂജയൊക്കെ നടക്കാറുണ്ടെന്ന് അറിയാം അല്ലെ. ഇനി 2000 വർഷം പഴക്കമുള്ള ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. 2000 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം, അത് ആലപ്പുഴയിലാണ്. അതേതാണ്? കണ്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ്. പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്രിസ്തീയ ദേവാലയമാണിത് എടത്വാ പള്ളി. അപ്പൊ പമ്പയുടെ തീരത്താണ് ഈ എടത്വാ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അർത്തുങ്കൽ പള്ളിയും എവിടെ തന്നെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും വിട്ട് കളയണ്ട. ദെൻ നമുക്ക് പാലക്കാടൂടെ നോക്കാം. പാലക്കാട് അഞ്ചുമൂർത്തി ക്ഷേത്രം, അതായത് സുദർശന ചക്രത്തെ, നമ്മുടെ സുദർശന ചക്രം ഉണ്ടല്ലോ മഹാവിഷ്ണുവിന്റെ, അതിനെ ആരാധിക്കുന്ന അമ്പലമാണ് അഞ്ചുമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ അഞ്ചുമൂർത്തി ക്ഷേത്രം എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ട് കൽപ്പാത്തി രഥോത്സവം ഫേമസ് ആണ്. അപ്പൊ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് വിശ്വനാഥ സ്വാമി ക്ഷേത്രം. അപ്പൊ കൽപ്പാത്തി അമ്പലം എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നതെങ്കിലും അപ്പൊ പാലക്കാടുകാർക്കൊക്കെ അറിയാം അതിന്റെ ശരിക്കുള്ള പേര് വിശ്വനാഥ സ്വാമി ക്ഷേത്രം എന്നാണ്. അപ്പം ഈ കൽപ്പാത്തി രഥോത്സവത്തെ അറിയപ്പെടുന്നത് അർദ്ധ ബനാറസ് എന്നാണ്. ബനാറസ് അല്ല, അർദ്ധ ബനാറസ് എന്നറിയപ്പെടുന്നത് കൽപ്പാത്തി രഥോത്സവത്തിനെ അറിയപ്പെടുന്നതാണ്. ജൈനമത ക്ഷേത്രം, പാലക്കാടുള്ള ജൈനമത ക്ഷേത്രമാണ് ജൈനിമേട്. അപ്പൊ ജൈനിമേട് എന്താണ്? പാലക്കാടുള്ള ജൈനമത ക്ഷേത്രമാണ് ജൈനിമേട്. അപ്പം ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ജില്ലകളിലെയും ചോദിച്ചിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളത് മാത്രമാണ് പറയുന്നത്. നോട്ട് ചെയ്തോളൂ. അമ്മ ഇന്ന് ഇത്രേ പറയുന്നുള്ളൂ. ഇനി കുറച്ച് കോഴിക്കോടും കോട്ടയൊക്കെ പറയാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.